ഒരു ഓട്ടോമാറ്റിക് നാനോ ആയിട്ട് വന്നു കേട്ടോ. AMT ഗിയർ ബോക്സ് ആണ്. AMT ഗിയർ ബോക്സ് പറഞ്ഞാൽ ബേസിക്കലി ഒരു മാനുവൽ ഗിയർ ബോക്സിൻ്റെ സിസ്റ്റം തന്നെ, പക്ഷെ ക്ലച്ച് ഉണ്ടാവില്ല. സിസ്റ്റം തന്നെ ഇതിൻ്റെ ഒരു സിസ്റ്റം വെച്ച് കണ്ട് ഇതിന് ഓട്ടോമാറ്റിക് ഗിയർ ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് പോകും. പക്ഷേ ഇത് ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. ഗിയറും കാര്യങ്ങളൊക്കെ മാറുന്നത് കറക്റ്റ് ഡിജിറ്റൽ മീറ്ററിൽ കിട്ടും. അപ്പോൾ വണ്ടി ന്യൂട്രലാണ്. വണ്ടി നമ്മളിങ്ങനെ ഓടിക്കുമ്പോൾ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. ഈ കയറ്റുമ്പോൾ ഇങ്ങനെ ഗിയർ ചെറിയൊരു ലാഗിലുള്ള ഗിയർ, പക്ഷെ മൊത്തത്തിൽ ഒരു ചെറിയ യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. പൊതുവെ ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും ചെറിയ വണ്ടിയാണ് ഞാനോ. മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഏകദേശം 20. അതുപോലെ തന്നെ AMT ഗിയർ ബോക്സ് പൊതുവെ മെയിൻ്റെനൻസ് കുറവാണ്. സാധാരണ മാരുതിൻ്റെ വണ്ടികളിലും ടാറ്റൻ്റെ വണ്ടികളിലാണ് AMT ഗിയർ ബോക്സ് ഉണ്ടാകുക. അതുപോലെ AMT ഗിയർ ബോക്സിന് വേറെ സുഖം എന്താ വെച്ചാൽ നമ്മൾ ഗിയർ മാനുവൽക്ക് തട്ടിക്കാണ്ട് മാനുവലായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് പ്ലസും മൈനസും വെച്ച് കഴിഞ്ഞാൽ ഗിയർ ഡൗണും അപ്പും ചെയ്ത് കണ്ട് ഇങ്ങനെ ഉപയോഗിക്കാം. അത് നമ്മൾ ട്രാഫിക്കിനും കാര്യങ്ങൾക്ക് നല്ലൊരു ഉപയോഗമായി. ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഗിയറിൽ നമുക്ക് 3 ഓപ്ഷനാണ് കാര്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് മോഡ്, പിന്നെ മാനുവൽ ഷിഫ്റ്റ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പ്ലസും മൈനസും കൊടുത്തിട്ട് വണ്ടി സഡൻ പിക്കപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓവർടേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലൊക്കെ ഉപയോഗമാണ് മാനുവൽ ഷിഫ്റ്റ് ഓപ്ഷൻ. ഗിയർ കറക്റ്റ് പൊസിഷൻ മാറുന്ന അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ.